ചില സർക്യൂട്ട് ബോർഡിൻ്റെ PCB കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും കമ്പോണൻ്റ് സൈഡ് ഇതേപോലെ ദ്രവിച്ച് ഒടിയാറായി ഇരിക്കുന്ന അവസ്ഥയായിരിക്കും മിക്കപ്പോഴും കാണാൻ സാധിക്കുക. നമ്മുടെ സർക്യൂട്ടുകളൊക്കെ വർക്ക് ചെയ്യാതിരിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. എന്നാൽ എല്ലാ സർക്യൂട്ട് ബോർഡിലും ഇങ്ങനെ കാണാറില്ല. പ്രത്യേകിച്ച് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള സർക്യൂട്ട് ബോർഡിൽ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഇതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതേപോലെ ചെറിയ തുരുമ്പും ക്ലാവും ഒക്കെ ആയിട്ട് ഓക്സിഡേഷൻ ലെയർ ആദ്യം ഫോം ചെയ്യും. പിന്നെ അത് മറ്റുള്ള കമ്പോണൻസിലേക്കും പടർന്നു പിടിക്കും. ഈ ഒരു പ്രശ്നം നമുക്ക് പ്രാരംഭഘട്ടത്തിൽ തന്നെ പരിഹരിക്കാൻ പറ്റും. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ക്ലീനിങ് സ്പിരിറ്റ് അഥവാ ഐസോട്രോപ്പിൽ ആൽക്കഹോളാണ്. പിന്നെ വേണ്ടത് DC അക്രോഫോം എന്ന് പറയുന്ന ഈ ഒരു സ്പ്രേയും. അപ്പോൾ ഈ ഒരു സ്പ്രേ ഉപയോഗിക്കുന്ന വഴി ഫംഗസും അതുപോലെ തന്നെ കൊറോഷനൊക്കെ ഒരു പരിധി വരെ തുടക്കത്തിൽ തന്നെ നമുക്ക് തടയിടാൻ സാധിക്കും. ചില കമ്പോണൻസൊക്കെ ഇതേ അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ വിട്ടുപോകാൻ വരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് ഇതിന് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ കമ്പോണൻറ്റിലുള്ള ക്ലാവ്, ഓക്സൈഡ് ലെയർ, തുരുമ്പ് ഇതെല്ലാം ഒരു ട്വീസർ ഉപയോഗിച്ച് നന്നായിട്ട് ചിരണ്ടി കളയുക. അപ്പോൾ ചിരണ്ടി കളയുമ്പോൾ കമ്പോണൻസ് വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന ഐസോട്രോപ്പിൽ ആൽക്കഹോൾ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് ബ്രഷ് ഇട്ടൊന്ന് വച്ചിച്ച് കഴുകുക. അപ്പോൾ ഇത് കളഞ്ഞു കഴിയുമ്പോഴേക്ക് ഒരുമാതിരിപ്പെട്ട റസ്റ്റൊക്കെ പോയി കഴിഞ്ഞിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ DC അക്രോഫോം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് നല്ല രീതിയിൽ വെയിലത്തൊന്ന് വെച്ച് ഉണക്കാൻ അനുവദിക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല പോളിഷ് ചെയ്ത പോലെ ഇതേ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ സർക്യൂട്ട് ബോർഡുകൾ കാലാകാലങ്ങളിൽ ഇതേപോലെ ഐസോട്രോപ്പിൽ ആൽക്കഹോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഇടയ്ക്കുള്ള ഡസ്റ്റ് ഡയർട്ടൊക്കെ കളയാനും തുരുമ്പ് തടയാനും സഹായിക്കും. പിന്നെ നമ്മുടെ ഈ പോളിമർ സ്പ്രേ ടോപ്പിൽ മാത്രമല്ല നമുക്ക് ബോട്ടം ലെയറിലും എവിടെ വേണമെങ്കിലും നമുക്ക് സർക്യൂട്ട് ബോർഡിൽ അടിക്കാവുന്നതാണ്. PCBയിൽ ഉണ്ടാകുന്ന ആർക്കിങ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈർപ്പം ബാധിച്ചുണ്ടാകുന്ന തുരുമ്പിനെ ഒരു പരിധി വരെ തടയാൻ ഇത് സഹായകരമാണ്. എന്തായാലും ഇത്തരം നല്ല നല്ല ഇലക്ട്രോണിക്സ് അറിവുകൾ, പ്രത്യേകിച്ച് കമ്പോണൻറ്റ് ലെവൽ തുടങ്ങി സർക്യൂട്ട് ബോർഡ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.